mesmerizing wedding collection. Tejaswini by Chungat Jewelry. तुम्हारे लिए Make every moment a beautiful celebration with Joya Lucas. കേരളത്തിന്റെ വിഷൻ ക്യാപിറ്റലായ അങ്കമാലിക്ക് കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റിയോടെ നൂറിൽപ്പരം ഇന്റർനാഷണൽ ബ്രാൻഡുകളുമായി ഇടിമണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ് ഇപ്പോൾ അങ്കമാലിയിൽ. ഇടിമണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ് now at MC Road, അങ്കമാലി. കണ്ണു തുറക്കാം പുതിയ കാഴ്ചകളിലേക്ക്. സ്കൂട്ടർ യാത്രക്കാരിയെ കാറിടിപ്പിച്ച് വീഴ്ത്തി മാല പൊട്ടിക്കാൻ ശ്രമം. മാമ്പ്ര പുളിയനം ബൗണ്ടറി റോഡിൽ തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. എളവൂർ പാലിപ്പുഴ പാത്താടൻ വീട്ടിൽ അജയകുമാറിന്റെ ഭാര്യ ബിജിമോൾക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഭർത്താവിനെ അങ്കമാലിയിലെ ബസ് സ്റ്റാൻഡിൽ വിട്ടതിനു ശേഷം തിരികെ വരികയായിരുന്ന ബിജിയുടെ സ്കൂട്ടറിലാണ് പിന്തുടർന്നെത്തിയ കാർ ഇടിപ്പിച്ചത്. കാർ ഇടിച്ചതിനെ തുടർന്ന് സ്കൂട്ടർ സമീപത്തെ കാനയിലേക്ക് വീഴുകയും ബിജിമോൾ റോഡിലേക്ക് തെറിച്ചു വീഴുകയുമായിരുന്നു. റോഡിൽ വീണ ബിജിയുടെ ദേഹത്തുകൂടെ കാർ കയറ്റാനും ശ്രമം നടന്നിട്ടുണ്ട്. റോട്ടിൽ നിന്ന് കനാൽ വഴി കയറി എൻ്റെ പിന്നാലെ തന്നെ വരണം കണ്ടു കഴിഞ്ഞപ്പോൾ കാറുകാരന് തടസ്സം വേണ്ടെന്ന് വിചാരിച്ച് അവിടെ ഒരു 3-4 വീടുകൾ അടുത്തുള്ള വീടുകളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ വീടിൻ്റെ ഫ്രണ്ടിൽ റോട്ടിൽ നിന്ന് കുറച്ചുകൂടെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ വണ്ടി ഒതുക്കി കൊടുക്കാനായിട്ട് എനിക്ക് നല്ലൊരു സൗകര്യം കിട്ടി. അപ്പോൾ ഞാൻ ആ വീടിൻ്റെ ഫ്രണ്ടുകളിലേക്ക് ആൾവാസമുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ ആ ഏരിയയിലേക്ക് ഞാൻ എൻ്റെ വണ്ടി മാറ്റി ഒതുക്കി നിർത്തി. അപ്പോൾ ഇവൻ വലിയത് സ്പീഡൊന്നുമില്ല, ഒരു മീഡിയം ലെവലിലാണ് അവൻ പോകുന്നത്. അപ്പോൾ അവൻ മുന്നേ കയറിപ്പോയി. അപ്പോഴും എനിക്ക് സംശയം തോന്നിയിട്ടുണ്ടായില്ല. പിന്നെ കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞാനവിടെ പാർക്ക് ചെയ്ത് ഇവൻ പോയിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് ഞാൻ പോണത്. പോയിക്കോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ പിന്നീട് തൊട്ട് മുമ്പോട്ട് പോകുമ്പോൾ 4 കൂടുന്ന ഒരു ജംഗ്ഷൻ, അത് മാമ്പറ പള്ളിയിൽ നിന്ന് കറുകുറ്റി ഭാഗത്തേക്ക് ഉള്ള റോഡാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് എത്തുമ്പോൾ ഈ പയ്യൻ അവിടെ കാറ് നിർത്തിയേക്കാണ്. അപ്പോൾ കാറ് നിർത്തിയത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു അസ്വാഭാവികത തോന്നി. കാരണം എന്നെ വെയിറ്റ് ചെയ്യുന്നതാണോ എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ ഈ കാറിനെ ക്രോസ് ചെയ്ത് പിന്നെ ഞാൻ നല്ല സ്പീഡിൽ വണ്ടി ഓടിച്ച് ചെയ്യാൻ പോയി. കാറിൽ നിന്നും ഇറങ്ങിയ യുവാവ് സഹായിക്കാൻ എന്ന വ്യാജേന എഴുന്നേൽപ്പിക്കുകയും കഴുത്തിൽ കിടന്ന സ്വർണ്ണ നിറമുള്ള കൊന്ത സ്വർണ്ണമാലയെന്ന് കരുതി പൊട്ടിച്ചെടുക്കുകയും ചെയ്തു. പിന്നീട് കൊന്ത ഉപേക്ഷിച്ച് യുവാവ് കാറിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. ആൾവാസമുള്ള വീടുകളുടെ മുമ്പിൽ തന്നെ ഞാൻ എൻ്റെ സ്കൂട്ടർ സൈഡിൽ ഒതുക്കി വെച്ചു. സൈഡിൽ ഒതുക്കി വെക്കുന്ന നേരത്ത് ഇവൻ വന്നിട്ട് ഞാൻ വണ്ടി നിർത്തിയതിന് ശേഷം ഇവൻ്റെ പിന്നാലെ വന്ന് എൻ്റെ സ്കൂട്ടറിൽ വണ്ടി ഇടിച്ചപ്പോൾ തന്നെ വണ്ടി കനാലിൻ്റെ ഉള്ളിലേക്ക് വണ്ടി തെറിച്ചു. ആ വലിയ കനാലാണ്, ഒരാൾ താഴ്ചയിൽ അത്രത്തോളം ഹൈറ്റിൽ വെള്ളം പോകുന്നൊരു കനാലാണ്. രാവിലെ തന്നെ ഒരു മുട്ടോളം വെള്ളം ആ കനാലിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ എൻ്റെ വണ്ടി അങ്ങോട്ട് അതിൻ്റെ ഉള്ളിൽ പോയി. പിന്നെ ഞാൻ റോഡിൻ്റെ നടുവിലേക്കാണ് റോഡിലേക്ക് തെറിച്ച് വീണു. അപ്പോൾ ഞാൻ റോഡിലേക്ക് തെറിച്ച് വീണപ്പോൾ ഇവൻ വീണ്ടും എൻ്റെ മേത്തേക്ക് വണ്ടി ഇടിച്ചുകൊണ്ട് വന്നു. 3-4 പ്രാവശ്യം ഇവനെന്നെ നല്ലോണം ഹിറ്റ് ചെയ്തു. വണ്ടിയുടെ ടയർ എൻ്റെ ഈ ബാക്ക് ഭാഗത്തൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ചതഞ്ഞ് അതിൻ്റെ എല്ലാം ബുദ്ധിമുട്ടുകളുണ്ട്. മുഖമൊക്കെ ഇടിച്ചിട്ടുണ്ടായിരുന്നു. കൈ കാലമൊക്കെ മുഴുവൻ പെയിൻറ്റ് പോയി ഭയങ്കര വേദനയും ബുദ്ധിമുട്ടുകളുമായിരുന്നു എനിക്ക്. അപ്പോൾ ഞാനങ്ങനെ കഷ്ടിച്ച് എനിക്ക് നല്ലോണം പറ്റിയെന്ന് എനിക്കറിയാം. ഞാൻ ആ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ഞാൻ എണീക്കുമെന്ന് വിചാരിച്ചില്ല, അവിടെ വെച്ചാൽ തീർന്നു എന്നാണ് വിചാരിച്ചത്. അതുപോലെയാണ് ഇവൻ എന്നെ ഹിറ്റ് ചെയ്യണത്. ഒരു 3 മീറ്ററോളം ഇവൻ എന്നെ ഈ വണ്ടി ഇടിപ്പിച്ച് ഇവൻ എന്നെ നിരക്കിയും കൊണ്ടുപോയി ടാറിട്ട റോട്ടിൽ കൂടെ. അപ്പോൾ എനിക്ക് ഇതൊരു നല്ല ഇതിനു മുമ്പ് എന്തെങ്കിലും ഈ കള്ളക്കടത്തോ സംതിങ് ഒക്കെ ആയിട്ട് ഇവന് നല്ല എക്സ്പീരിയൻസ് ഉള്ളവനായിട്ട് തന്നെയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വണ്ടി തന്നെ ഇത്രയും ഹിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ മേത്തോടെ ഉരുണ്ട് കയറി ഞാൻ അതിൻ്റെ അടിയിലായി പോകേണ്ടതാണ്. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഇത് മെല്ലെ പല പ്രാവശ്യം എനിക്കിട്ട് ഇടിച്ച് ഇത്ര നിരക്കി. അപ്പം ഞാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടി പോയി. അപ്പോൾ അവിടെ അത് കഴിഞ്ഞിട്ട് എന്നെ ഇടിച്ച് കഴിഞ്ഞിട്ട് ഇയാൾ വണ്ടി മെല്ലെ റിവേഴ്സ് എടുത്തിട്ട് പിന്നെ നേരെ എൻ്റെ ഫ്രണ്ടിലേക്ക് കയറ്റി കുറേ മുന്നേ കയറ്റി ഇവൻ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് ഇവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരണേ. വണ്ടിയിൽ നിന്ന് തിരിച്ചിറങ്ങി വന്നതിന് ശേഷം ഇവനോട് ഞാൻ ചോദിച്ചു, താൻ എന്തോ ഓടിയിലാണ് ഓടിച്ച് വന്നതെന്ന് ഞാനിങ്ങനെ ചോദിച്ചു. അപ്പോൾ അവൻ ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു എന്നോട്. എന്നിട്ട് പിന്നെ ഞാനവിടെ എനിക്ക് കാര്യമായിട്ട് എണീക്കാൻ തന്നെ പറ്റിയില്ല. ഞാൻ മുട്ട് കുത്തിയോണം നിൽക്കണമല്ലോ അവിടെ. എന്നിട്ട് പിന്നെ ബാക്കി എന്നെ എണീക്കാൻ അവനെ ഹെൽപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എണീറ്റ് ഞാൻ നിന്ന് കഴിയുന്നതിനെപ്പാട് ഇവൻ എൻ്റെ കഴുത്തിൽ മാലയാണെന്ന് വിചാരിച്ച് ഇവൻ ഈ മാല പൊട്ടിച്ചു. അത് എൻ്റെ കഴുത്തിൽ കൊന്തയായിരുന്നു, ഗോൾഡൻ കളറിലെ കൊന്തയാണ് എൻ്റെ കഴുത്തിൽ കിടന്നിരുന്നത്.
അപ്പോൾ ആ കൊന്ത 3 പ്രാവശ്യം ഇവൻ വലിച്ചു. 3 പ്രാവശ്യം വലിക്കുമ്പോൾ ഞാൻ ഇവനോട് പറയുന്നുണ്ട്, ഇത് സ്വർണ്ണം അല്ലടാ, എൻ്റെ കഴുത്തിൽ സ്വർണ്ണം, ഞാനിപ്പോൾ സ്വർണ്ണം ധരിച്ചിട്ടില്ല, എൻ്റെ കഴുത്തിൽ കൊന്ത മാത്രമേ ഉള്ളൂ, ഇത് കൊന്തയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതങ്ങനെ കേൾക്കുകയും അപ്പോൾ തൊട്ടിപ്പുറത്തെ വീടുകളിലേക്ക് ഒച്ചയും ബഹളം കേട്ട് കഴിഞ്ഞപ്പോൾ ആളുകൾ ലൈറ്റ് ഇട്ടു തുടങ്ങിയപ്പോൾ ഇവൻ ഇത് ഉപേക്ഷിച്ച് ഇവൻ പെട്ടെന്ന് കൊന്ത എൻ്റെ കഴുത്തിൽ തന്നെ പൊട്ടിക്കിടക്കുകയായി. അവൻ പെട്ടെന്ന് വണ്ടി എടുത്ത് അവനെ വന്ന വഴി തന്നെ പയങ്കാവ് റൂട്ടിലേക്ക് അവൻ പോയി. ബിജിയുടെ 2 കൈകൾക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കൊരട്ടി പോലീസിൽ പരാതി നൽകി. ബിജിയുടെ നിലവിളി കേട്ടെത്തിയ പരിസരവാസികളാണ് പരിക്കേറ്റ ഇവരെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. 3 കിലോമീറ്ററോളം ബിജി സഞ്ചരിച്ച സ്കൂട്ടറിനെ പ്രധാന റോഡിലൂടെയും ഇടവഴികളിലൂടെയും കാർ പിന്തുടരുന്നത് സമീപത്തെ CCTV ദൃശ്യങ്ങളിൽ നിന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വെള്ള നിറമുള്ള മാരുതി സെലേറിയോ ടാക്സി കാറാണ് ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുള്ളത്. കാറിന്റെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കാലങ്ങളോളം കൈമാറിയ സ്വർണ്ണബന്ധങ്ങൾ. മാവേലി ജ്വല്ലറി, അങ്കമാലി.